Hi friends, ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽ പിടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു 1.25 കപ്പ് അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു അരിപ്പൊടി നന്നായിട്ട് തിളച്ച വെള്ളത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ പച്ചവെള്ളത്തിലല്ല, തിളച്ച വെള്ളത്തിൽ വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ഈ ഒരു വെള്ളം തിളപ്പിക്കുമ്പോൾ നമ്മളതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ടാണ് വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളത്തിൽ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളം ആയതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു തവി വെച്ചിട്ട് വല്ലതും വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിപ്പോൾ തന്നെ ബോൾസാക്കി എടുക്കാൻ പറ്റില്ല, കാരണം നല്ല ചൂടാണ്. അതുകൊണ്ട് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം വേണം ഇതൊന്ന് ബോൾസാക്കി എടുക്കാൻ. അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുത്തു. കുറച്ചൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി എടുത്താൽ മതിയാവും. ഒരുപാട് വലുപ്പത്തിലുള്ള ബോൾസൊന്നും വേണ്ട. അപ്പോൾ തീരെ ചെറിയ ചെറിയ ബോൾസാക്കി തന്നെ നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുഴുവൻ മാവ് വെച്ച് നമുക്ക് ഇതുപോലെ ആദ്യമേ തന്നെ ചെറിയ ബോൾസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവനും ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ തേങ്ങാപ്പാലിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു പാനിലേക്ക് 2.5 കപ്പ് തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലിലാണ് നമ്മൾ പിടി മുഴുവൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പിടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിടി നമുക്ക് ഒന്നെങ്കിൽ ഇതുപോലെ തേങ്ങാപ്പാലിൽ തന്നെ വേവിച്ചെടുക്കാം. ഇതുപോലെ തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പിടിയെല്ലാം ആദ്യമേ തന്നെ ആവിയിലൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം തേങ്ങാപ്പാലിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ ആവിയിൽ വേറെ വേവിക്കുന്നില്ല, തേങ്ങാപ്പാലിൽ തന്നെയാണ് പിടിയെല്ലാം വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബോൾസ് എല്ലാം തേങ്ങാപ്പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. പതിയെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ഈ ഒരു പിടിയെല്ലാം തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കുറച്ചൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പിടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നല്ല തിക്കായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ അരിപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കണമെന്നില്ല, നമ്മൾ തേങ്ങാപ്പാലുണ്ടെങ്കിൽ അതിൽ മിക്സ് ചെയ്തെടുത്താലും മതിയാവും. ഇപ്പോൾ ദാ ഇത് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ച് മധുരവും കൂടി വേണം. അതുകൊണ്ട് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ തന്നെ പിടി കുറച്ചൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കരുത്, കാരണം പിടിയൊക്കെ നന്നായിട്ട് വെന്ത് വരാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. പിടിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം മാത്രം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ജീരകം പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്ക പൊടിച്ചതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൽപ്പൊടിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ കുറുകി വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ ഒരു പാകത്തിനാവുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതിന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നോളും. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക്